ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ. ഇപ്പം ഞാനും എന്താ പറയുക, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടീമുണ്ട്. ഇപ്പം എനിക്കിഷ്ടം അർജന്റീനയാണ്. അതുപോലെ തന്നെ മറ്റാൾക്ക് ബ്രസീലും പോർച്ചുഗൽസും ഫ്രാൻസും പിന്നെ വേറെ ടീമുകളെയൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം എവിടെ നോക്കിയാലും, ലോകത്തിൽ എവിടെ നോക്കിയാലും, അതുപോലെ നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇപ്പം ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ഇഷ്ടം പോലെ ഫ്ലെക്സും കട്ടൗട്ടുകളും എന്താ പറയുക. ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ റെക്കോർഡ് വരുത്തുകയാണ്. ഇത്രയും അടി ഉയരത്തിലുള്ള മെസ്സിയുടെ കട്ടൗട്ടും റൊണാൾഡോയുടെ കട്ടൗട്ടും നെയ്മറിന്റെ കട്ടൗട്ടൊക്കെ എന്താ പറയുക, ഒരു വാശിയിലാണ് അവർ ഈ കട്ടൗട്ടുകൾ വെക്കുന്നത്. അവരെക്കാൾ കുറച്ച് ഒരു 10 അടി മെസ്സിയുടെ ഫ്ലെക്സ് വേണം, അല്ലെ കട്ടൗട്ട് വേണം. അങ്ങനെ വാശിയായിട്ടാണ് ഇന്ന് ഓരോ ടീമിന്റെ ആളുകളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ പ്രാവശ്യം സമയത്തിന്റെ ഇതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവരുടെ ഇതിൽ തുടങ്ങുന്നത് 10:30 12:30 AM അപ്പം നമ്മുടെ ഇവിടെ കാണിക്കുന്നത് വെളുപ്പിന് സമയത്താണ്, ഒരു 1:30 3:30 ആ സമയത്തേക്കാണ് ഇവിടെ ലൈവ് വരുന്നത്. ആ ഒരു പ്രശ്നം കാരണം ഇവിടെ ഉള്ള ആളുകൾക്ക് ഫുട്ബോൾ കാണാൻ കഴിയത്തില്ല. കാരണം ഉറക്കം ഒളിച്ച് നിൽക്കാൻ ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് അർജന്റീന ഫാൻസുകാർക്കാണ്. കാരണം അവർക്ക് ഇന്ത്യൻ സമയം രാത്രി 10:30 7:30 രാവിലെ 6 7:30 കളി നടക്കുന്നത്. അതുകൊണ്ട് കാണാൻ പറ്റും അർജന്റീന ഫാൻസുകാർക്ക്. പിന്നെ പോർച്ചുഗൽസിനെ കാണാം. എനിക്കൊന്നും ഏറ്റവും കാണാൻ പറ്റാത്ത, ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നിരാശരാകുന്നത് ബ്രസീലും ഫ്രാൻസുകാരൊക്കെയാണ്. കാരണം അതൊക്കെ നടക്കുന്നതും വെളുപ്പിന് 3:30 അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് ഉറക്കം ഒളിക്കാൻ പറ്റത്തില്ല, ഉറക്കം ഒളിച്ചെന്ന് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷെ കാണുന്നവരുണ്ട്. എന്നാൽ ഒരു ആളുകളുടെ ഒരു എണ്ണം കുറയാം. കാരണം അവർക്ക് ഈ പ്രാവശ്യം സമയത്ത് അർജന്റീനയുടെ ബ്രസീലിന്റെ ഇതിൽ അവർക്ക് സമയം വളരെ കുഴപ്പമായിപ്പോയി. അതുകൊണ്ട് അവർക്ക് വലിയ നിരാശ തന്നെയാണ്. അപ്പൊ അർജന്റീനക്കാർക്കും പോർച്ചുഗൽസിനും പിന്നെ വേറെ ഏതൊക്കെ ടീമിന്, ജർമ്മനിയൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടിനൊക്കെ കുഴപ്പമുണ്ട്, ഫ്രാൻസിന് കുഴപ്പമുണ്ട്, നെതർലാൻഡ്സിന് കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് രാവിലെ നടന്നത്, ഞാൻ ഇന്ന് രാവിലെ കണ്ട മാച്ച് എന്ന് പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെയും കൊറിയയുടെയും. ഞാൻ ആ കളി കണ്ടത് ഒരു 9:05 ആ സമയത്താണ്. ആ സമയത്ത് ഞാൻ മൊബൈലിലാണ് ഞാൻ കണ്ടത്. ഞാനിത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ലൈവായിട്ട് മൊബൈലിൽ കാണാൻ പറ്റുന്നത്, ലൈവ് കാണാൻ പറ്റുന്നത്. വെബ്സൈറ്റൊക്കെ ഉപയോഗിച്ച് ഞാൻ കാണുന്നുണ്ട്. ഈ കളി സത്യം പറഞ്ഞ ഒന്നെങ്കിൽ ഞാൻ കരുതി ആരും സ്കോർ ചെയ്യാതെ ടൈ ആയി പോകുന്ന. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം ചെക്ക് റിപ്പബ്ലിക് ഗോൾ അടിച്ച്. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക് ജയിക്കണമെന്നായിരുന്നു. പക്ഷെ ചെക്ക് റിപ്പബ്ലിക് ജയിക്കും എന്ന് കരുതിയ സമയത്ത് സൗത്ത് കൊറിയ 2 ഗോൾ അടിച്ച് വിജയിച്ചു. കാരണം ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം വളരെ ടെൻഷനാണ്. ഇനി ചെക്ക് റിപ്പബ്ലിക്കിന് എന്തെങ്കിലും അടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എന്താ പറയാ ടെൻഷനിലായിരുന്നു ഞാൻ. പക്ഷെ അവന്മാര് നന്നായിട്ട് കളിച്ചു. 96 മിനിറ്റ് ഉണ്ടായിരുന്നു കളി. അവസാനം ചെക്ക് റിപ്പബ്ലിക്കിന് കളിക്കാൻ പറ്റില്ല. ഈ സൗത്ത് കൊറിയക്കാർ സമയം ഒരുപാട് കളഞ്ഞു. കാരണം അവർക്ക് കുഴപ്പമില്ല, 2-1 അതിന് എന്താ പറയാ, ഫസ്റ്റ് നമുക്ക് താല്പര്യമില്ലാത്ത ടീമായിരുന്നു. പക്ഷെ കളി കണ്ട് നല്ലൊരു ആവേശമായപ്പം ചെക്ക് റിപ്പബ്ലിക് തോറ്റതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എല്ലാവരും കാണും, എല്ലാവരുടെ മാച്ച് എല്ലാവരും കാണും. ഇപ്പൊ അർജന്റീനയുടെ തന്നെ അല്ലെ ബ്രസീലിന്റെ തന്നെ മാത്രം കാണുമെന്നല്ല, എല്ലാ മാച്ചും കാണും. പക്ഷെ ഇപ്പം ഈ സമയത്തിന്റെ കാര്യത്തിലാണ് വ്യത്യാസം വന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം നടക്കാൻ പോകുന്നത് കാനഡയും വേറെ ഒരു ടീമും തമ്മിലാണ്. പിന്നെ USA ഉറേഗിയ അങ്ങനെ പറഞ്ഞ ടീമായിട്ടാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയാ, ഫിഫ വേൾഡ് കപ്പിൽ ഇപ്രാവശ്യം ഇന്ത്യക്ക് ഇച്ചിരി ഇതാണ്. ഈ C5 പറയുന്നത്. മലയാളത്തിലെ C5 എന്ന് സംശയമുണ്ട്. കാരണം അതിൻ്റെ അകത്ത് കൂടുതൽ ഇടുന്നത് സീരിയലാണ്.
ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയില്ല, ഞാൻ മൊബൈലിനകത്ത് കാണാനാണ് പറ്റുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ടി വി ഒന്നും ഓൺ ചെയ്ത് കാണാൻ പറ്റില്ല. പറ്റുമെങ്കിൽ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ഈ വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഇന്ന് കണ്ട ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സൗത്ത് കൊറിയയുടെ മാച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെക്ക് റിപ്പബ്ലിക് ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവർ നന്നായിട്ട് ശ്രമിച്ച്, പക്ഷേ ഭാഗ്യം സൗത്ത് കൊറിയയുടെ കയ്യിലായിപ്പോയി. പിന്നെ എന്താ പറയുക, എനിക്കൊന്ന് ഫസ്റ്റ് മാച്ച് തോക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ നിരാശരാകും, ഇല്ലെങ്കിൽ അടുത്ത മാച്ച് ഇതിനേക്കാൾ നല്ല രീതിയിൽ കളിക്കാൻ എന്നുള്ളൊരു ആവേശം കിട്ടുന്നവർ, മോട്ടിവേഷൻ കിട്ടുന്നവരാണ്. അപ്പം അടുത്ത ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അടുത്ത കളി വരുന്ന ദിവസം ഞാൻ കാണും. കാരണം എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു അവരുടെ കളി കാണാൻ, നല്ല ആവേശവും അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു അവരുടെ ആ കളിയിൽ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടീം അർജൻറ്റീനയാണ്, മെസ്സിയാണ്. അപ്പം അർജൻറ്റീന ഫാൻസുകാർക്ക് ഈ പ്രാവശ്യം യാതൊരു നിരാശയും വേണ്ട, അവർക്ക് ഉറക്കം ഒളിക്കാതെ സുഖമായിട്ടിരുന്ന് കാണാം. അപ്പം ഇന്ന് രാത്രി എനിക്ക് ഇന്നും വെളുപ്പിന് കളിയുണ്ട് കാനഡയുടെ. കാനഡയൊന്നും എനിക്കൊന്നും അധികം ശ്രദ്ധിക്കാത്ത കളിയൊക്കെയാണെന്ന് തോന്നുന്നു, US-ൻ്റെ ഒക്കെ. അപ്പം എല്ലാവരും ഫിഫ വേൾഡ് കപ്പ് കാണണം. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്യണം, റീൽസ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഈ 26 എല്ലാവരും വളരെ എന്താ പറയുക ആവേശത്തോടെ കളി കാണാം. വേറെ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഫുട്ബോളിൻ്റെ കാര്യമായിട്ട് നമുക്ക് വരാം. അതിൽ